ഭർത്താവിന് ഭാര്യ ലഹരിയല്ല, ഭാര്യക്ക് ഭർത്താവ് ലഹരിയല്ല, ഭർത്താവിനും ഭാര്യക്കും മക്കളും ലഹരിയല്ല. പ്രശ്നം മനസ്സിലായോ? ഇവിടുത്തെ പ്രശ്നം എന്താ മനസ്സിലായോ? ഭർത്താവിന് ഭാര്യനെ കാണുമ്പോൾ സന്തോഷം ഉണ്ടെങ്കിലല്ലേ ഭർത്താവിന് വീട്ടിലേക്ക് വരാൻ തോന്നൂ. ഭർത്താവിനും ഭാര്യക്കും മക്കളെ കാണുന്ന മുട്ടിയാലല്ലേ ഐറ്റേക്ക് സ്കൂൾ വിട്ടാൽ വീട്ടിലേക്ക് വരാൻ തോന്നുള്ളൂ. അങ്ങനെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരാണ്ട് റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്നുണ്ട് എങ്കിൽ ആ മക്കളുടെ കണ്ണിൽ നിങ്ങൾ ജീവിക്കുന്നില്ല എന്ന് മനസ്സിലായിക്കൊള്ളി. നിങ്ങൾ ബാപ്പനെ കുറിച്ചും ഉമ്മയെക്കുറിച്ചും കണ്ണുകളിൽ, ബാപ്പയും ഉമ്മയും കണ്ണുകളിൽ ജീവിക്കുന്ന ഒരു കുട്ടിയും തോന്നിയാസേ ഇവിടെ ജീവിക്കില്ല. ആ കുട്ടി നിങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല. നിന്നെ തൊട്ടാൽ മാന്തിയാൽ നിന്റെ ജീവിതം നശിച്ചു പോകുമെന്നുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ സംഗതി മനസ്സിലായി. ഇപ്പൊ എന്തുകൊണ്ടാന്ന്? ആരായി റോഡുമ കൂടി നടക്കുന്നതിന് കാരണം ആ കുട്ടീനെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല. എന്തുകൊണ്ടാ ഭർത്താവും ഭാര്യ ഇത് ചിന്തി? ഞാൻ ലഹരി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരേണ്ട എന്തായിരുന്നു? എൻ്റെ ഭാര്യയാണ് ലഹരി, എൻ്റെ ഭർത്താവാണ് ലഹരി, എനിക്ക് മക്കളാണ് ലഹരി. ആ കുട്ടികൾ പറയണം എനിക്ക് ബാപ്പയാണ് ലഹരി, എൻ്റെ ഉമ്മയാണ് ലഹരി, എൻ്റെ വീടാണ് ലഹരി എന്ന് പറയണമായിരുന്നു. അത് പറയാൻ കഴിയാത്തിടത്തോളം കാലം ഇവിടെ ഒളിച്ചോട്ടങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ഈ റെയിൽവേ ട്രാക്കിൽ തോന്നിയാസങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഈ മണ്ണിൽ ആത്മഹത്യകൾ പെരുകിക്കൊണ്ടേയിരിക്കും. ഈ റെയിൽവേ ട്രാക്കിൽ ഇങ്ങനത്തെ കളി കളിക്കുന്നുണ്ടല്ലോ 17 12 വയസ്സിലെ